നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വില വർധന ഉറ്റുനോക്കി റബ്ബർ. ഏഷ്യൻ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾ ഓഫ് സീസണിലെ ഉണർവിനെ ഉറ്റുനോക്കുന്നു. ലഭ്യതക്കുറവ് മുന്നിൽ കണ്ട് നിക്ഷേപകർ അവധി വ്യാപാരത്തിൽ കാണിച്ച താൽപ്പര്യം ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിന് കരുത്ത് പകർന്നെങ്കിലും ഊഹക്കച്ചവടക്കാർ സിംഗപ്പൂർ, ചൈനീസ് എക്സ്ചേഞ്ചുകളിൽ വിൽപ്പനയ്ക്ക് മുൻതൂക്കം നൽകി. ലൂണാർ പുതുവത്സരാഘോഷങ്ങൾ അടുത്തതോടെ വാരാന്ത്യം ചൈനീസ് വിപണികൾ ഹോളിഡേ മൂഡിലേക്ക് തിരിയും. വ്യാവസായിക ആവശ്യം റബ്ബറിന് ചുരുങ്ങുന്നത് ഉൽപ്പന്നത്തിൻ്റെ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഊഹക്കച്ചവടക്കാർ. കേരളത്തിൽ ടാപ്പിംഗ് ചുരുങ്ങി. സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത പല ഭാഗങ്ങളിലും കുറഞ്ഞതോടെ ടാപ്പിംഗിൽ നിന്നും വലിയ പങ്ക് കർഷകരും അല്പം പിന്തിരിഞ്ഞു. ഷീറ്റ് ക്ഷാമം രൂക്ഷമായതോടെ ടയർ വ്യവസായികൾ കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില 207 രൂപ വരെയും ഉയർത്തി. വില 210ലേക്ക് സഞ്ചരിക്കുമെന്ന കണക്ക് കൂട്ടലിൽ സ്റ്റോക്കിസ്റ്റുകൾ പിടിമുറുക്കിയതോടെ ഒരു വൻകിട കമ്പനി 205-ന് വാങ്ങലുകാരായി. നേരത്തെ അവർ 200-ന് മുകളിൽ ശേഖരിക്കാതെ അകന്നുമാറിയിരുന്നു. ആവശ്യത്തിന് ഷീറ്റ് കിട്ടാതെ വന്നതോടെ ടയർ കമ്പനികൾ റബ്ബർ വില ഉയർത്തിയത് കഴിഞ്ഞ വാരം റബ്ബർ വിറ്റ കർഷകർക്ക് ആശ്വാസമായി. കിലോയ്ക്ക് 3 രൂപ വീതം വില ഉയർത്തിയാണ് ടയർ കമ്പനികൾ ഷീറ്റ് വാങ്ങിയത്. ഉൽപ്പാദനം കുറഞ്ഞതോടെ സംസ്ഥാനത്ത് റബ്ബറിന് ക്ഷാമം തുടങ്ങി. ഇല കൊഴിച്ചിലിന് ശേഷം പുതിയ ഇലകൾ കിളിർത്തു തുടങ്ങി. ഇല ഇനി മൂപ്പെത്തുന്നത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. ഈ കാലയളവിൽ ഉണ്ടാകുന്ന വേനൽ മഴ ഉൽപ്പാദനത്തിന് അനുകൂലമാണ്. ജൂൺ മാസത്തിൽ കാലവർഷം തുടങ്ങുന്നതോടെ ടാപ്പിംഗ് സാധാരണ നിലയിലെത്തുമെന്നാണ് കർഷകർ പറയുന്നത്. വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞിരിക്കെ റബ്ബർ കിലോയ്ക്ക് 210 രൂപ കടക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. രാജ്യാന്തര തലത്തിൽ ഇന്ത്യയിലാണ് ഇപ്പോൾ തയ്യാർ നിരക്കിൽ റബ്ബറിന് ഉയർന്ന വില. ബാങ്കോക്കിൽ RSS 4 കിലോ വാരാന്ത്യ വില 197 രൂപ, കൊച്ചിയിൽ 207 രൂപ, RSS 5 കിലോ 204 രൂപ. ചൈനയുടെ അവധി വില മാർച്ചിൽ 211 രൂപയാണ് വാരാന്ത്യം നിശ്ചയിച്ചത്. ടോക്കിയോ അവധി വില 189 കുറച്ചു. ഡിമാൻഡ് വർദ്ധിച്ചു, റബ്ബർ വില കുതിക്കുന്നു. ടയർ കമ്പനികൾക്ക് 3ാം പാദം ബഹുക്ഷേമം. രാജ്യത്ത് GST പരിഷ്കാരത്തിന് ശേഷം വാഹന വിൽപ്പന കുത്തനെ ഉയർന്നിരുന്നു. ഇത് ടയർ വിൽപ്പനയിലും പ്രതിഫലിക്കുന്നുണ്ട്. രാജ്യത്ത് വാഹന വിപണി സജീവമായതോടെ ടയർ വിൽപ്പനയും കുതിക്കുന്നു. ടയർ വിൽപ്പന വർദ്ധിച്ചതോടെ പ്രകൃതിദത്ത റബ്ബറിനായുള്ള ടയർ കമ്പനികളിൽ നിന്നുള്ള ആവശ്യകതയും വർദ്ധിച്ചു. ഇതോടെ സംസ്ഥാനത്ത് റബ്ബർ വിലയും ഉയരുകയാണ്. ഉൽപ്പാദനം കുറഞ്ഞതും വില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. വില ഇനിയും ഉയരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുകയാണ്. ഉൽപ്പാദനം പെട്ടെന്ന് താഴ്ന്നതോടെ ചരക്ക് ലഭ്യത തീർത്തും കുറഞ്ഞിരുന്നു. ഇതാണ് പെട്ടെന്ന് വില കയറാൻ കാരണം. റബ്ബർ ബോർഡിൻ്റെ വിലയനുസരിച്ച് RSS 4 ഗ്രേഡിൻ്റെ നിരക്ക് കിലോഗ്രാമിന് 207 രൂപയാണ്. RSS 5 ഗ്രേഡിന് 202 രൂപയും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇതിലും കൂടിയ നിരക്കിൽ വ്യാപാരികൾ ചരക്ക് ശേഖരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ റബ്ബർ വില കൂടിയേക്കുമെന്ന സൂചനയാണ് വ്യാപാരികളും കർഷക സംഘടനകളും നൽകുന്നത്. രാജ്യത്ത് GST പരിഷ്കാരത്തിന് ശേഷം വാഹന വിൽപ്പന കുത്തനെ ഉയർന്നിരുന്നു. ഇത് ടയർ വിൽപ്പനയിലും പ്രതിഫലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 3ാം പാദ ഫലം പുറത്തുവിട്ട MRFനും ഉൾപ്പെടെ ഡിസംബറിൽ വരുമാനം ഉയർന്നിരുന്നു. മറ്റ് ടയർ കമ്പനികൾക്കും 3ാം പാദത്തിൽ മികച്ച വിൽപ്പനയാണ് ഉണ്ടായത്. ടയർ വിൽപ്പന ഉയരുന്നത് പ്രകൃതിദത്ത റബ്ബറിൻ്റെ ആവശ്യകത വലിയ തോതിൽ ഉയർത്തും. ഇത് റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ഗുണകരമാണ്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് US-ൽ വിപണി കണ്ടെത്താനുള്ള അവസരമൊരുക്കുകയാണ് വ്യാപാര കരാർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇളവിൽ US മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യാം. രാജ്യത്തെ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഗുണകരമായേക്കും ഈ തീരുമാനം. വ്യാപാര കരാറുകളിൽ കർഷകർക്ക് പ്രതീക്ഷ. ഇന്ത്യ US വ്യാപാര കരാർ കാർഷിക കേരളത്തിന് വൻ വാതായനങ്ങൾ തുറക്കാൻ അവസരമൊരുക്കും. കാർഷിക ഉൽപ്പാദനം ഉയർത്താനും തരിശു ഭൂമിയിൽ കൃഷി വ്യാപിപ്പിക്കാനും കർഷകർ മനസ്സ് കാണിച്ചാൽ രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിനെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരങ്ങൾ നമ്മുടെ ഉൽപ്പാദകർക്ക് നിഷ്പ്രയാസം മറികടക്കാനാകും. ഉൽപ്പാദനം ഇരട്ടിപ്പിച്ച് കാർഷിക ചെലവുകൾ കുറച്ചാൽ സീറോ ഡ്യൂട്ടിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണി കൈപ്പിടിയിൽ ഒതുക്കാനാകും. ഒപ്പം യൂറോപ്യൻ യൂണിയനുമായി നേരത്തെ ഒപ്പുവെച്ച കരാർ പ്രകാരം 27 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സാധ്യതകളും ഇന്ത്യൻ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേഗത പകരാം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.